നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 8522 പെരിഫറൽ PPI പ്രോഗ്രാമിംഗ് വെച്ചിട്ടുള്ളത് ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് എന്താണ് AVR മൈക്രോ കൺട്രോളറാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ AV എന്ന് പറയുന്നത് അത് കണ്ട് പിടിച്ച ആൾക്കാരുടെ പേര് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അതുപോലെ റിസ്ക് പ്രോഗ്രാമിംഗ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിന് AVR എന്നുള്ള പേര് വരുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് എന്തിനു തന്നെയാണ്, നമ്മുടെ ഇൻ്റർഫേസിങ്ങിനും പെരിഫറൽസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് തന്നെയാണ് എന്തെന്ന് പറയുന്നത് AVR മൈക്രോ കൺട്രോളറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏതൊക്കെ വിധത്തിലുണ്ട് എന്നും ടൈപ്പ് ഓഫ് AVRs യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഏതാണ്ട് അതിൻ്റെ ബേസിക്സ് എന്നും അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് എന്ന് നോക്കാം. എന്താണ് AVR മൈക്രോ കൺട്രോളർ എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. AVR microcontrollers are very popular, used in numerous applications, particularly in project prototyping and also embedded devices. അതായത് എംബഡഡ് ഡിവൈസസിലും അതുപോലെ തന്നെ ന്യൂമറസ് ആപ്ലിക്കേഷൻസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പോപ്പുലർ ഇൻ്റർഫേസിങ് മൈക്രോ കൺട്രോളറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, AVR മൈക്രോ കൺട്രോളറുകൾ എന്ന് പറയുന്നത്. ഈ മൈക്രോ കൺട്രോളറിൽ യൂസ് ചെയ്യുന്നത് ഒരു 8-bit റിസ്ക് ആർക്കിടെക്ചറാണ്, അല്ലെങ്കിൽ ഒരു റിസ്ക് പ്രോഗ്രാമിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അത് റിസ്ക് എന്ന് പറയുന്നതിൻ്റെ ഫുള്ള് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടിംഗ് എന്നാണ്. അപ്പോൾ അത് റിസ്ക് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നത്. അതിലെ AVRലെ A എന്നതും V എന്നതും സ്റ്റാൻഡ് ചെയ്യുന്നത് അത് കണ്ടുപിടിച്ച ആളുകളുടെ പേരാണ്. അതുപോലെ തന്നെ R എന്ന് പറയുന്നത് റിസ്ക് ആണ്. അപ്പോൾ റിസ്ക് പ്രോഗ്രാമിംഗ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതാണ് ബേസിക്കായിട്ട് AVR മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ AVRൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. ഇങ്ങനെയൊക്കെ 3 കാറ്റഗറിയിലാണ് എന്തുള്ളത്, AVR മൈക്രോ കൺട്രോളറുകളുള്ളത്. ഒന്ന് ടൈനി AVR, രണ്ടാമത്തത് മെഗാ AVR, അതുപോലെ എക്സ് മെഗാ AVR. ഓക്കെ, അതായത് ആ പേര് തന്നെയുണ്ട് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അതായത് കൺട്രോളിങ്ങും അല്ലെങ്കിൽ അതിൻ്റെ മെമ്മറിയും അതിൻ്റെ വർക്കിംഗ് സ്പേസും ഒക്കെ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും AVR മൈക്രോ കൺട്രോളറിനെ നമ്മൾ തരംതിരിച്ചിട്ടുള്ളത്. അത് ഒന്നാമത്തത് ടൈനി AVR ആണ്. ദിസ് മൈക്രോ കൺട്രോളർ ഹാസ് ലെസ് മെമ്മറി, സ്മാൾ ഇൻ സൈസ്, ആപ്റ്റ് ഓൺലി ഫോർ സിംപ്ലർ ആപ്ലിക്കേഷൻസ്. പേര് പോലെ തന്നെ എന്താണ്, മെമ്മറി സൈസ് കുറവാണ്. അതുപോലെ തന്നെ സൈസും AVRൻ്റെ സൈസും എന്താണ്, വളരെ കുറവാണ്. സ്മാൾ അല്ലെങ്കിൽ സിമ്പിൾ ആപ്ലിക്കേഷൻസിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ രണ്ടാമത്തത് മെഗാ AVR ആണ്. ദിസ് മൈക്രോ കൺട്രോളർ ഈസ് ദ മോസ്റ്റ് പോപ്പുലർ വൺസ്, ഹാവിങ് ഗുഡ് എമൗണ്ട് ഓഫ് മെമ്മറി അപ് ടു 256 KB. അതായത് 256 എന്ന് പറഞ്ഞാൽ 256 KB സൈസുള്ള മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു AVRനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെഗാ AVR എന്ന് പറയുന്നത്. ഓക്കെ, ഹയർ നമ്പർ ഓഫ് ഇൻഫിൽറ്റ് പെരിഫറൽസ് ആൻഡ് ഫിറ്റ് ടു മോഡസ്റ്റ് ടു ഡിഫിക്കൽട്ട് ആപ്ലിക്കേഷൻസ്. അതായത് ഡിഫിക്കൽട്ട് ആപ്ലിക്കേഷൻസിനും അത്യാവശ്യം ടൈനീനെ അപേക്ഷിച്ച് ഹയർ പെരിഫറൽസൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്, മെഗാ AVR എന്ന് പറയുന്നത്. അടുത്തത് എക്സ് മെഗാ AVR ആണ്. ദിസ് മൈക്രോ കൺട്രോളർ ഈസ് യൂസ്ഡ് കൊമേഴ്ഷ്യലി ഫോർ കോമ്പൗണ്ട് ആപ്ലിക്കേഷൻസ് വിച്ച് നീഡ് ലാർജ് പ്രോഗ്രാം മെമ്മറി ആൻഡ് ആൾസോ ഹൈ സ്പീഡ്. എക്സ് മെഗാ എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് കൊമേഴ്ഷ്യലി വലിയ പ്രോഗ്രാമുകളെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് എക്സ് മെഗാ AVR എന്ന് പറയുന്നത്. അത് വെരി ഹൈ സ്പീഡാണ്, പക്ഷെ അതിന് കൂടുതൽ മെമ്മറി, നമ്മൾ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനെന്ത് വേണം, കൂടുതൽ മെമ്മറിയും ആവശ്യമാണ്.
ഓക്കെ. അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം അല്ലെങ്കിൽ ആർക്കിടെക്ചറാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇറ്റ് ഈസ് യൂസ് എസ് എ ഹാർവാർഡ് ആർക്കിടെക്ചർ, ദസ് ഇറ്റ് ഹാസ് സെപ്പറേറ്റ് ബസ്സസ് ആൻഡ് മെമ്മറീസ് ഫോർ ഡാറ്റ ആൻഡ് പ്രോഗ്രാം. അതായത് ഇതിൻ്റെ ആർക്കിടെക്ചർ നമ്മൾ പറയുന്നത് ഹാർവാർഡ് ആർക്കിടെക്ചർ എന്നാണ്. അതുപോലെ തന്നെ ഇതിന് എന്താണ്, സെപ്പറേറ്റ് ബസ്സസ് ആണ്. എന്തിന്? പ്രോഗ്രാമിനും ഡാറ്റയ്ക്കും സെപ്പറേറ്റ് ബസ്സസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു പ്രത്യേകതയും ഇതിൻ്റെ ആർക്കിടെക്ചറിന് ഉണ്ട്. അതുപോലെ ഇൻസ്ട്രക്ഷൻസ് ഇൻ ദ പ്രോഗ്രാം മെമ്മറി ആർ പെർഫോമിംഗ് വിത്ത് സിഗ്നൽ ലെവൽ പൈപ്പ് ലൈനിങ്. ഓക്കെ, സിംഗിൾ ലെവൽ പൈപ്പ് ലൈനിങ്. അതായത് പ്രോഗ്രാം മെമ്മറി പെർഫോം ചെയ്യുന്നത് എന്നത് ഒരു സിംഗിൾ ലെവൽ പൈപ്പ് ലൈനിങ് പോലെയാണ്. വൈൽ വൺ ഇൻസ്ട്രക്ഷൻ ബീയിങ് അച്ചീവ്ഡ്, ദ സബ്സീക്വൻറ്റ് ഇൻസ്ട്രക്ഷൻ ഈസ് പ്രീഫെച്ച്ഡ് ഫ്രം ദ പ്രോഗ്രാം മെമ്മറി. അതായത് ഒരു ഇൻസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതുപോലെ തന്നെ ഡാറ്റ വരികയാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഇൻസ്ട്രക്ഷൻ എന്തിലും പ്രോഗ്രാം മെമ്മറിയിലും എന്ത് ചെയ്യും, പ്രീഫെച്ച് ചെയ്യും എന്നാണ് പറയുന്നത്. ദിസ് തോട്ട് അലൗസ് ഇൻസ്ട്രക്ഷൻ ടു ബി പെർഫോംഡ് ഇൻ എവറി ക്ലോക്ക് സൈക്കിൾ. അതായത് ഇത് എന്ത് ചെയ്യാണ്, ഈ പ്രീഫെച്ച് ചെയ്യുന്ന പ്രോഗ്രാം മെമ്മറിയിൽ ഒരു ഇൻസ്ട്രക്ഷൻ പ്രീഫെച്ച് ചെയ്യുന്നതുകൊണ്ട് ഇത് ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യും, ഓരോ ക്ലോക്ക് സൈക്കിളിലും എന്ത് ചെയ്യുന്നു, പെർഫോം ചെയ്യുന്നുണ്ട് എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അതായത് പ്രോഗ്രാം മെമ്മറിയിൽ പെർഫോം ചെയ്യുന്ന അതേ സിംഗിൾ ലൈനാണ് പെർഫോം ചെയ്യുന്നത്. ഇൻസ്ട്രക്ഷൻ എവിടെ, അത് ഡാറ്റ ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ തന്നെ പ്രോഗ്രാമിംഗ് ലെവലിലും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടാവുന്നത്. അതുകൊണ്ട് എന്താണ്, ഇത് എന്ത് ചെയ്യാണ്, ഓരോ ക്ലോക്ക് സൈക്കിളിലും ഇൻസ്ട്രക്ഷൻസിനെ എന്ത് ചെയ്യാൻ, പെർഫോം ചെയ്യാൻ സഹായിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം അല്ലെങ്കിൽ ഇൻറ്റേർണൽ ആർക്കിടെക്ചറാണ് നോക്കുന്നത്. അതിൽ ലൈന് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് ലൈന് കണ്ടിട്ടുണ്ട്. ഒരു എക്സ് ആക്സിസിലുള്ള ഒരു ലൈനും വൈ ആക്സിസിലുള്ള ഒരു ലൈനും, രണ്ടും നെഗറ്റീവ് ആക്സിസിൽ വരച്ച പോലെ തന്നെ വരച്ചിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ കാണിച്ചിട്ടുള്ള രണ്ട് ലൈന് തിക്ക് ലൈൻസ് എന്ന് പറയുന്നതാണ് ഡാറ്റ ബസ് എന്ന് പറയുന്നത്. 8-bit ഡാറ്റ ബസ്സാണ് അതിൽ യൂസ് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫ്ലാഷ് മെമ്മറിയാണ് ഒന്നാമത്തത്. ഫ്ലാഷ് മെമ്മറി എന്നതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ പ്രോഗ്രാം കൗണ്ടർ ഉണ്ട്, സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് പ്രോഗ്രാം കൗണ്ടർ യൂസ് ചെയ്യുന്നത്. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഉണ്ട്, അതുപോലെ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ഉണ്ട്, അതുപോലെ അടിയിൽ കൺട്രോൾ ലൈൻസ് ഉണ്ട്. പിന്നുള്ളത് സ്റ്റാറ്റസ് ആൻഡ് കൺട്രോളിൻ്റെ ഒരു ബ്ലോക്ക് ഉണ്ട്. ജനറൽ പർപ്പസ് റിലേസ് ഉണ്ട്, 32x8 എന്തുണ്ട്, ജനറൽ പർപ്പസ് റിലേസ് ഉണ്ട്. വർക്ക് അരിതമെറ്റിക് ലോജിക് യൂണിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ SRAM ഉണ്ട്, മെമ്മറിയാണ്, റാം മെമ്മറിയാണ്. EEPROM ഉണ്ട്, റോം മെമ്മറിയാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻ്ററപ്റ്റ് യൂണിറ്റ് ഉണ്ട്, സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ യൂണിറ്റ് ഉണ്ട്. അതുപോലെ വാച്ച് ഡോഗ് ടൈമർ ഉണ്ട്, അനലോഗ് കമ്പറേറ്റർ ഉണ്ട്, IO മൊഡ്യൂൾ 1 ഉണ്ട്, IO മൊഡ്യൂൾ 2 ഉണ്ട്, IO മൊഡ്യൂൾ N. അതായത് എത്ര IO മൊഡ്യൂൾ ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അതാണ് IO മൊഡ്യൂൾ N എന്ന് പറഞ്ഞത്. എത്ര IO മൊഡ്യൂൾ ഉണ്ടോ അത്രയും നമുക്ക് എന്ത് ചെയ്യാം, IO മൊഡ്യൂളുകൾ യൂസ് ചെയ്യാം. ഇത്രയാണ് എന്ത് നമ്മൾ പറയുന്നത്. അതായത് ഈ ഇൻ്ററപ്റ്റ് യൂണിറ്റിൽ റൈറ്റ് സൈഡിലുള്ള യൂണിറ്റൊക്കെ എന്താണ്, മൾട്ടി ഡയറക്ഷനാണ്. അതുപോലെ തന്നെ സ്റ്റാറ്റസ് കൺട്രോളിലേക്കും അതുപോലെ തന്നെ ജനറൽ പർപ്പസ് രജിസ്റ്ററിലേക്കും അതുപോലെ തന്നെ ഡാറ്റ റാമിലേക്ക് EEPROMലേക്കൊക്കെ എന്താണ് നമ്മൾ മൾട്ടി ഡയറക്ഷനിലായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം സിംഗിൾ ഡയറക്ഷനിലായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെയൊക്കെ വർക്കിംഗ്, ഈ ബ്ലോക്ക് ഡയഗ്രത്തിൽ എങ്ങനെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ഒന്നാമത്തെ എന്ന് പറയുന്നത് CPU ആണ്. CPUവിലാണ് നമ്മൾ എന്ത് വരുന്നത്, അരിതമെറ്റിക് ലോജിക് യൂണിറ്റും ജനറൽ പർപ്പസ് റിലേസും ഒക്കെ വരുന്നത് എവിടെയാണ്, CPUവിലാണ്. അപ്പോൾ CPUവിൻ്റെ വർക്ക് എന്ന് പറയുന്നത് ദ മെയിൻ പർപ്പസ് ഓഫ് ദ CPU
ഈസ് ടു കൺഫേം കറക്റ്റ് പ്രോഗ്രാം പെർഫോമൻസ്. പ്രോഗ്രാം പെർഫോമൻസ് കറക്റ്റായിട്ട് കൺഫേം ചെയ്യുക എന്നുള്ളതാണ് എന്ത് എന്നുള്ളത് സി പി യുവിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് ചെയ്യുന്നത്. അതായത് മെയിൻ പ്രോഗ്രാമിങ് ചെയ്യിക്കുക എന്നുള്ളതാണ് എന്ത് സി പി യുവിൻ്റെ ഫംഗ്ഷൻ എന്ന്. ദെർഫോർ CPU must be able to assess, perform calculations, memories, control peripherals, handle interrupts. അതായത് കാൽക്കുലേഷൻസിനെയും മെമ്മറിയുടെ പ്രോഗ്രാമിങ്ങിനെയും കൺട്രോൾ പെരിഫറൽസിനെയും ഇൻ്ററപ്റ്റ്സിനെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? CPU ആണ്. The CPU reads executable instruction in instruction bus, where in the data bus is to read or write the corresponding data. അതായത് ഇൻസ്ട്രക്ഷൻ ബസ്സിന് എന്ത് ചെയ്യാണ്? റീഡ് ചെയ്യുക. ഇൻസ്ട്രക്ഷൻസിനെ എന്ത് ചെയ്യാണ്? എക്സിക്യൂട്ടബിൾ ഇൻസ്ട്രക്ഷൻസിനെ റീഡ് ചെയ്യുക. അതുപോലെ തന്നെ ഡാറ്റ ബസ്സിൽ റീഡ് ചെയ്യുക അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡാറ്റേനെ റീഡ് ചെയ്യുക അല്ലെങ്കിൽ ഡാറ്റേനെ റൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് സി പി യുവിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദ സി പി യു കോർ ഓഫ് ദ AVR കൺസിസ്റ്റ് ഓഫ് ALU, ജനറൽ പർപ്പസ് രജിസ്റ്റർ, പ്രോഗ്രാം കൗണ്ടർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ ഡീകോഡർ, സ്റ്റാറ്റസ് രജിസ്റ്റർ ആൻഡ് സ്റ്റാക്ക് പോയിൻ്റർ. അപ്പോൾ നമ്മൾ പറയുന്ന ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഞാൻ നേരത്തെ പറഞ്ഞു, ALU, അതുപോലെ തന്നെ ജനറൽ പർപ്പസ് രജിസ്റ്റർ, സ്റ്റാറ്റസ് കൺട്രോള്, പ്രോഗ്രാം കൗണ്ടർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ ഡീകോഡർ, ഇവരെല്ലാം വരുന്നത് ഏതിലാണ്? സി പി യുടെ കീഴിലാണ്. അപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആരോ മാർക്കിട്ട് കാണിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്നത് എവിടെയാണ്? സി പി യുവിലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സി പി യു എന്ന് പറഞ്ഞ ഒറ്റ ടേം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ട, ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ഇനി രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നതാണ് ഫ്ലാഷ് പ്രോഗ്രാം മെമ്മറി എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. അത് ആ ബ്ലോക്കിൻ്റെ വർക്കിംഗ് എന്താണ്, എന്തിനു വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ദ പ്രോഗ്രാം ഓഫ് ദ AVR മൈക്രോ കൺട്രോളർ ഈസ് സ്റ്റോർഡ് ഇൻ വോളറ്റൈൽ പ്രോഗ്രാം, നോൺ വോളറ്റൈൽ പ്രോഗ്രാം നോൺ വോളറ്റൈൽ പ്രോഗ്രാമബിൾ ഫ്ലാഷ് പ്രോഗ്രാം മെമ്മറി. അതായത് AVRൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു നോൺ വോളറ്റൈൽ ഫ്ലാഷ് മെമ്മറിയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനാണ് പ്രോഗ്രാമിനെ ആണ്, അതായത് സിസ്റ്റം പ്രോഗ്രാമിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്ലാഷ് പ്രോഗ്രാം മെമ്മറിയിൽ യൂസ് ചെയ്യുന്നത്. അത് എന്ന് പറയുന്നത് രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് യൂണിറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഫ്ലാഷ് സെക്ഷൻ. ഇറ്റ് ഈസ് വേർ ദ പ്രോഗ്രാം ഓഫ് ദ AVR സ്റ്റോർഡ്. അതായത് സിസ്റ്റം പ്രോഗ്രാം എന്ന് പറയുന്നത് ഒന്നാമത്തെ സെക്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, സേവ് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ സെക്കൻഡ് സെക്ഷൻ ഈസ് നെയിംഡ് ടു ബൂട്ട് ഫ്ലാഷ് സെക്ഷൻ ആൻഡ് ക്യാൻ ബി ഫിക്സ്ഡ് ടു പെർഫോം ഡയറക്ട്ലി വെൻ ദ ഡിവൈസസ് ഈസ് പവേർഡ് അപ്പ്. അതായത് ഡിവൈസ് പവേർഡ് അപ്പ് ആകുമ്പോൾ പവർ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്, ഡയറക്റ്റായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അതായത് പുറത്തേക്കുള്ള ഫങ്ഷൻസിലൊക്കെ കൂടി ബൂട്ട് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, രണ്ടാമത്തെ സെക്ഷൻ, അതായത് ഫ്ലാഷ് മെമ്മറിയിലെ രണ്ടാമത്തെ സെക്ഷൻ എന്ത് ചെയ്തിട്ടുള്ളത്, യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി മൂന്നാമത്തത് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് റാമാണ്, SRAM എന്ന് പറയും. അതായത് സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറിയാണ്. ഇത് എന്ന് പറയുന്നത് നമ്മളെ കമ്പ്യൂട്ടറിലെ റാം യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഓക്കെ, while the registers are used to execute calculation, the SRAM used to supply data through the runtime. This volatile memory is prearranged in 8-bit registers. അതായത് നമ്മൾ സിസ്റ്റം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്, അതിലേക്ക് ഡാറ്റ കൊടുക്കാനും അതിനെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, SRAM യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു വോളറ്റൈൽ മെമ്മറിയാണ്. കാരണം എന്താ വെച്ചാൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴുള്ള ടെമ്പററി ഇതിനൊക്കെ ഇത് യൂസ് ചെയ്യുള്ളൂ. ആ വർക്ക് കഴിഞ്ഞ് പവർ ഓഫ് ആയി കഴിഞ്ഞാൽ അതെന്താവും, അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, റേസായി പോകാനുള്ള സാധ്യത ഉണ്ട്. അത് 8-bit രജിസ്റ്ററാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നുള്ള ഒരു റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നതാണ് എന്ത്, EEPROM എന്ന് പറയുന്നത്. ഇലക്ട്രോണിക്കലി ഇറേസബിൾ റീഡ് ഓൺലി മെമ്മറി എന്നാണ്. പ്രോഗ്രാമബിൾ
റീഡ് ഓൺലി മെമ്മറി എന്നാണ് എന്ത് പറയുന്നത് ഈ EEPROM പറയുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് എ നോൺ വോളട്ടൈൽ മെമ്മറി ബട്ട് യു കാൺ റൺ ദ പ്രോഗ്രാം ഫ്രം ഇറ്റ്. ഇറ്റ് യൂസ്ഡ് ലോങ് ടൈം സ്റ്റോറേജ്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോഗ്രാമിങ് അതിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്താണ്, നോൺ വോളട്ടൈൽ മെമ്മറിയാണ്. ലോങ് ടൈം സ്റ്റോറേജിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. നമുക്കറിയാലോ റോം എന്ന് പറയുന്നത് റീഡ് ഓൺലി മെമ്മറിയാണ്. അതിലെന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക്, പിന്നെ നമ്മുടെ സിസ്റ്റം പ്രോഗ്രാമിംഗ് ഒക്കെ വർക്ക് ചെയ്യുന്നത് റാമിലായിരിക്കും. നമുക്ക് സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റോം യൂസ് ചെയ്യുന്നത്. EEPROM ഡസൻ ഗെറ്റ് റിമൂവ്ഡ് വെൻ ദ IC ലോസസ് പവർ. അതായത് പവർ പോയി കഴിഞ്ഞാലും മൂപ്പൻ എന്ത് ചെയ്യില്ല, EEPROM സിസ്റ്റത്തിൽ നിന്ന് പോകില്ല. നമുക്ക് സ്റ്റോർ ചെയ്ത സാധനങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ പിന്നെ ഉള്ളതാണ് ഡിജിറ്റൽ IO മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് തരത്തിലുള്ള IO മൊഡ്യൂൾസ് ഉണ്ട്. ഡിജിറ്റൽ IO മൊഡ്യൂൾസും ഉണ്ട്, അനലോഗ് IO മൊഡ്യൂൾസും ഉണ്ട്. IO മൊഡ്യൂളുകൾ എന്ന് പറഞ്ഞാൽ എന്തിനാണ് എന്നറിയാൻ, നമുക്ക് പെരിഫറൽസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇൻപുട്ട് കിട്ടാനും അതുപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടാനും നമ്മൾ മൈക്രോ കൺട്രോളിലേക്ക് ഇൻപുട്ട് കൊടുക്കാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് IO മൊഡ്യൂളുകൾ എന്ന് പറയുന്നത്. ദ ഡിജിറ്റൽ IO മൊഡ്യൂൾസ് ലെറ്റ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഓർ ലോജിക്കൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് AVR മൈക്രോ കൺട്രോളർ ആൻഡ് എക്സ്റ്റീരിയർ വേൾഡ്. അതായത് പുറത്തുള്ള സ്ഥലം, അതായത് ഫിസിക്കൽ സിസ്റ്റമും നമ്മുടെ മൈക്രോ കൺട്രോളറും തമ്മിലുള്ള ഡിജിറ്റൽ അല്ലെങ്കിൽ ലോജിക്കൽ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന IO പോർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിജിറ്റൽ IO മൊഡ്യൂളുകൾ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ സിഗ്നൽസ് ആർ ദാറ്റ് ഓഫ് TTL CMOS ലോജിക്. അതായത് TTL CMOS ലോജിക്കാണ് എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷൻ സിഗ്നലായിട്ട് എന്തിൽ യൂസ് ചെയ്യുന്നത്, ഡിജിറ്റൽ IO മൊഡ്യൂളിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തേതാണ് എന്തെന്ന് പറയുന്നത്, അനലോഗ് IO മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. അനലോഗ് IO മൊഡ്യൂൾസ് ആർ യൂസ്ഡ് ടു ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് അനലോഗ് ഇൻഫർമേഷൻ ഫ്രം ഓർ ടു ദ എക്സ്റ്റീരിയർ വേൾഡ്. അതായത് ഒരു പുറത്തുള്ള എക്സ്റ്റേണൽ വേൾഡിൽ നിന്നുള്ള അനലോഗ് ഇൻപുട്ടുകളെ നമുക്ക് മൈക്രോ കൺട്രോളറിലേക്ക് സ്വീകരിക്കാനും അതുപോലെ തന്നെ അനലോഗ് ഔട്ട്പുട്ടുകളിൽ എക്സ്റ്റീരിയർ വേൾഡിലേക്ക് കൊടുക്കാനും ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അനലോഗ് IO മൊഡ്യൂളുകൾ എന്ന് പറയുന്നത്. ദീസ് മൊഡ്യൂൾസ് കംപ്രൈസ് അനലോഗ് കമ്പാരറ്റേഴ്സ് ആൻഡ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സ്. ഇത് എന്ന് പറയുന്നത് അനലോഗ് കമ്പാരറ്റേഴ്സോ അല്ലെങ്കിൽ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സോ നോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് ഇതിൽ നമ്മളെ സിസ്റ്റത്തിൽ. കാരണം നമുക്കറിയാം അനലോഗ് സിഗ്നൽസ് നമുക്ക് കൊടുത്താലും നമുക്ക് സിസ്റ്റത്തിലേക്ക് പോകേണ്ടത് ഡിജിറ്റൽ സിഗ്നലുകളായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ പിന്നെ ഒന്നാണ് ഇൻ്ററപ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇൻ്ററപ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇൻ്ററപ്റ്റ്സ് ഹാവ് എനേബിൾഡ് ദ മൈക്രോ കൺട്രോളർ ടു മോണിറ്റർ പെർട്ടിക്കുലർ ഇവൻറ്റ്സ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. അതായത് ഇൻ്ററപ്റ്റുകൾ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് പിന്നെ ചില പ്രോഗ്രാമുകളെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻ്ററപ്റ്റുകൾ യൂസ് ചെയ്യുന്നത്. വൈൽ പെർഫോമിംഗ് ആൻഡ് application program and respond the occurrence of if required pausing the unique program. അതായത് നമ്മളൊരു മെയിൻ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാണ്, വേറൊരു ഇൻറ്ററപ്റ്റ് വരികയാണെങ്കിൽ എന്തിനാണ്, അതിനെ മെയിൻ പ്രോഗ്രാമിനെ എന്ത് ചെയ്യാണ്, ഒന്ന് പൗസ് ചെയ്തിട്ട് നമ്മൾ നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വന്ന ഇൻറ്ററപ്റ്റിനെ എന്താണ് അത് ചെയ്തിട്ട് വീണ്ടും എന്തിലേക്ക്, മെയിൻ പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് എന്തിൻ്റെ വർക്ക്, ഇൻ്ററപ്റ്റ് യൂണിറ്റിൻ്റെ വർക്ക്. ദിസ് ഈസ് ആൾ സിങ്ക്രണൈസ്ഡ് ബൈ ദ ഇംപ്രനൈസ്ഡ് യൂണിറ്റ്. അതായത് ഈ വർക്കുകളൊക്കെ സിങ്ക്രണൈസ് ചെയ്യേണ്ടത് ഓരോന്ന് ഇൻ്ററപ്റ്റ് യൂണിറ്റാണ്. അതുപോലെ തന്നെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ടൈമർ എന്ന്. അതായത് മോസ്റ്റ് AVR മൈക്രോ കൺട്രോളേഴ്സ് ഹാവ് അറ്റ്ലീസ്റ്റ് വൺ ടൈമർ ഓർ കൗണ്ടർ മൊഡ്യൂൾ വിച്ച് ഈസ് used to achieve timing or counting operations in the microcontroller. These comprise time stamping, counting events, measuring intervals, etc. അതായത് ഏതൊരു മൈക്രോ കൺട്രോളറിലും AVR മൈക്രോ കൺട്രോളറിലും ഒരു ടൈമർ ഒരു കൗണ്ടർ മൊഡ്യൂൾ ഉണ്ടാവും. അത് ടൈമിങ്ങിനും കൗണ്ടിങ്ങിനും ടൈമിംഗ് ഓപ്പറേഷൻ അല്ലെങ്കിൽ കൗണ്ടിങ് ഓപ്പറേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്റ്റാമ്പിങ്, കൗണ്ടിങ്, മെഷറിങ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഏത് വഴിയാണ്, ടൈമർ വഴിയാണ്. അതുപോലെ തന്നെ ടൈമറിൽ പെട്ട ഒരു വേറെ ടൈപ്പ് ഓഫ് ടൈമർ തന്നെയാണ് വാച്ച് ഡോഗ് ടൈമർ എന്ന് പറയുന്നത്.
ആൾ AVR മൈക്രോ കൺട്രോളേഴ്സ് ഹാവ് ആൻ ഇൻറ്റേർണൽ വാച്ച് ഡോഗ് ടൈമർ. ഒരു ഇൻറ്റേർണൽ വാച്ച് ഡോഗ് ടൈമർ എല്ലാ മൈക്രോ കൺട്രോളറിനും AVRനും ഉണ്ടാവും. ഇറ്റ് ഹാസ് വെരി ലിമിറ്റഡ് യൂസ്ഫുൾ ഫീച്ചേഴ്സ്. കുറച്ച് ഫീച്ചേഴ്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വാച്ച് ഡോഗ് ടൈമർ യൂസ് ചെയ്യുന്നത്. ഡിസ്റ്റിങ്ക്റ്റ് 128 kHz ക്ലോക്ക് സോഴ്സ് സ്കിൽ ടു റീസെറ്റ് ദ മൈക്രോ കൺട്രോളർ ആൻഡ് പ്രൊഡ്യൂസ് ആൻ ഇൻറ്ററപ്റ്റ്. അതായത് ഇൻറ്ററപ്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാനും മൈക്രോ കൺട്രോളറിനെ റീസെറ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വാച്ച് ഡോഗ് ടൈമറുകളാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അതിനൊരു 128 kHz ക്ലോക്ക് സോഴ്സ് ഉണ്ടാവും. ഓക്കെ. അതുപോലെ തന്നെ ലാസ്റ്റ് എന്ന് പറയുന്നത് USRT SPI I2C എന്നൊക്കെ പറയുന്നതാണ്. ദ യൂണിറ്റ്സ് ലൈക്ക് USART, അതായത് പിന്നെ അസിൻക്രണസ് പെരിഫറൽസിനെയാണ് നമ്മൾ പറയുന്നത്, സീരിയൽ കമ്മ്യൂണിക്കേഷനൊക്കെയാണ് പറയുന്നത്. ഓർ SPI ഓർ I2C ആർ യൂസ്ഡ് ഫോർ സീരിയൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് എക്സ്റ്റീരിയർ വേൾഡ്. സിൻക്രണസ് സീരിയൽ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ അസിൻക്രണസ് സീരിയൽ കമ്മ്യൂണിക്കേഷനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് USRT SPI I2C ഒക്കെ യൂസ് ചെയ്യുന്നത്. ദ ഇൻസ്റ്റൻസ് ഓഫ് USRT പെരിഫറൽ വിച്ച് യൂസസ് R232 സ്റ്റാൻഡേർഡ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന USART എന്ന് പറയുന്നത് RS-232 സ്റ്റാൻഡേർഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് സാധാരണയായിട്ട് പെരിഫറൽസിൽ യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതായത് AVR മൈക്രോ കൺട്രോളറിൻ്റെ സീരിയൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് USART SPI I2C എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇത്രയാണ് എന്ന് പറയുന്നത് AVR മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ടൈനി മൈക്രോ കൺട്രോളറും അതുപോലെ ATmega 32 എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.